ഇപ്പൊ അങ്ങോട്ട് പോകുന്നത് നല്ലതല്ല, അത് അപകടമാണ്. എടാ ഞാൻ പറയുന്നത് ഞാനൊന്ന് പറഞ്ഞോട്ടെ ഗിരിയേട്ടാ. ഇപ്പൊ അങ്ങോട്ടൊന്ന് മാപ്പ് പറഞ്ഞ അമ്മാവൻ കേക്കൊന്നാണ് വിചാരിച്ചേക്കണേ? ഒരിക്കലും ഇല്ല. ഗിരിയേട്ടനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് അമ്മാവന്. അമ്മാവന് മാത്രമല്ല, ആ നവിലേട്ടനും. ഇപ്പൊ അവരോട് എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. വെറുതെ അവരുടെ തല്ലുകൊണ്ട് തടി കേടാക്കണോ ഗിരിയേട്ടാ? എന്നാലും അമ്മാവനെ കാണാതെ ഗിരിയേട്ടൻ വെറുതെ സങ്കടപ്പെടണ്ട. ഗിരിയേട്ടനായിട്ട് എന്ത് തെറ്റാ ചെയ്തത്? ഒന്നുമില്ല. സ്നേഹിക്കുന്നവരെ ഒന്നിക്കുന്നത് ദൈവനിശ്ചയമാണ്. നിങ്ങളെ തമ്മിൽ യോജിപ്പിച്ചതും ദൈവമാണ്. അനാവശ്യമായിട്ടുള്ള കുറ്റബോധം ഒന്നും വേണ്ട. ഇത്തിരി ക്ഷമിക്ക് ഗിരിയേട്ടാ. അധികം വൈകാതെ തന്നെ അമ്മാവന്റെ തെറ്റിദ്ധാരണ എല്ലാം മാറും. അന്നേരം അമ്മാവനെ എങ്ങോട്ട് വിളിക്കാം? അപ്പൊ പോയി കണ്ട് മാപ്പ് പറയാലോ. അതുവരെ സമാധാനത്തിരിക്കുക ഗിരിയേട്ടാ. സോമേട്ടാ, സോമേട്ടാ, രശ്മി വിളിക്കുന്നു, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. സോമേട്ടാ ഒന്ന് ഇങ്ങ് വന്നേ. വരുന്ന രശ്മി മോളെ. സ്നേഹിക്കുന്നവരെ ഒന്നിക്കുന്നത് ദൈവനിശ്ചയമാണ്. നിങ്ങളെ തമ്മിൽ യോജിപ്പിച്ചതും ദൈവമാണ്. നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് വേണ്ടി ഒരു ആശുപത്രി നിർമ്മിച്ച് ഇവിടെ തന്നെ പ്രാക്ടീസ് ചെയ്യണമെന്ന്. എന്റെ മോള് എവിടെയും പ്രാക്ടീസ് ചെയ്യുന്നില്ല. പടനിലത്ത് പത്മനാഭന്റെ മകള് ഒരു ഡോക്ടറാണെന്ന് നാട്ടുകാരെയും ബന്ധുക്കളെ ഒന്ന് അറിയിക്കണം. അത് മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. എനിക്ക് ആഗ്രഹങ്ങളില്ലേ, ലക്ഷ്യങ്ങളില്ലേ? ആ ആഗ്രഹവും ലക്ഷ്യമൊക്കെ നാലായിട്ട് മടക്കി മോള് മോളുടെ മനസ്സിൽ തന്നെ വെച്ചേക്ക്. നിനക്കിപ്പോ വേണ്ടത് ഒരു കുടുംബജീവിതം. എത്രയും പെട്ടെന്ന് നിന്റെ വിവാഹം നടത്തണം. എല്ലാം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ചെക്കനെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്റെ വിവാഹ ജീവിതം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശവും അധികാരവും എനിക്ക് മാത്രമാണുള്ളത്. അച്ഛനും അമ്മയ്ക്ക് അഭിപ്രായങ്ങൾ പറയാം. അതിനപ്പുറം ഏതെങ്കിലും ഒരാളെ എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കണ്ട. വിവാഹം ഉറപ്പിച്ച പെണ്ണാണുള്ളത്. കണ്ട ആണുങ്ങളുടെ ഒപ്പം കറങ്ങി നടന്നാൽ നാട്ടുകാരെന്ത് പറയും? അയ്യോ, ഇന്ന് മുതൽ ഈ വീടിന്റെ 4 ചുമരുകൾക്കകത്ത് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളം നീ. ഇനി നീ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങില്ല. കല്യാണ മണ്ഡപത്തിലേക്കല്ലാതെ ഇനി ഈ വീട്ടിൽ നിന്ന് നീ എവിടേക്കും പോകില്ല. ദേവി, പാറുവിനെ കാത്തോളണേ. എന്തായാലും ഞാൻ ആഗ്രഹിച്ചതുപോലെ അവള് ഗിരിയുടെ കൈകളിൽ തന്നെയാണല്ലോ എത്തിയത്. അവൻ അവളെ പൊന്നുപോലെ നോക്കിക്കൊള്ളും. അവന്റെ കൂടെ അവള് സന്തോഷമായി തന്നെ ജീവിക്കും. എന്റെ മോളുടെ എല്ലാ ആഗ്രഹങ്ങളും ഗിരി സാധിച്ചു കൊടുക്കും. വാ മോളെ, നിലവിളക്കിന്നൊരു തിരിയെടുത്ത് അടുപ്പ് കൊളുത്ത്. പാറുവിന് അടുപ്പ് കത്തിച്ച് എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. പടനിലത്തും ഗ്യാസ് സ്റ്റവ് അല്ലേ, അതുപോലും പാറു കത്തിച്ചിട്ടുണ്ടാവില്ലല്ലേ? അത് അടുപ്പ് കത്തിക്കാൻ എന്തിനാണ് എക്സ്പീരിയൻസ്? വിളക്കിന്നൊരു തിരിയെടുത്ത് അടുപ്പിലേക്ക് അങ്ങ് വെച്ചാ മതി, അത് കത്തിക്കോളൂ. ആ ദേ കർപ്പൂരം കൂടെ വെച്ചിട്ടുണ്ട്.
പാറു തിരിയെടുക്കുമോളെ. ചെല്ല് കത്തിക്ക്. നീ കത്തിക്ക് പാറു. ആ